സഹൃദയരെ, ഇന്ന് ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗരാജ്യങ്ങളിലും ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു. വിശ്വസാഹിത്യകാരന്മാരായ മിഖായേൽ സെർവാന്തസിന്റെയും ഷേക്സ്പിയറിന്റെയും ചരമദിനമാണ് ഏപ്രിൽ 23. 1995 ഏപ്രിൽ 23 സെർവാന്തസിന്റെ ചരമദിനമെങ്കിൽ 1616 ഏപ്രിൽ 23 ഷേക്സ്പിയറിന്റെ ചരമദിനം. ഇവരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും, അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും എന്ന് പറയാറുണ്ട്. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ എന്ന് ബർത്തോൾഡ് ബ്രെഹത്ത് പറയുന്നുണ്ട്. അത്രമേൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു പുസ്തകം വായിക്കുക. അത് നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. ഓരോ വായനയും ഓരോ പുസ്തകവും നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ലോകങ്ങളിലേക്കുള്ള യാത്രയാണെന്നാണ് പറയുക. ഇന്ന് ഒരു നോവൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിന്റെ ദി വെജിറ്റേറിയൻ എന്ന നോവൽ. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ്. 1970 കൊറിയയുടെ തലസ്ഥാനമായ ഗ്യാങ്ചൂവിലാണ് അവർ ജനിച്ചത്. കൊറിയൻ സാഹിത്യം, ക്രിയേറ്റീവ് ലിറ്ററേച്ചർ, ചിത്രകല എന്നിവ അഭ്യസിച്ച ഹാൻ കാങ്ങിന്റെ ലോകപ്രശസ്തമായ നോവലാണ് ദി വെജിറ്റേറിയൻ. ഒരു കൊറിയൻ കവിതയിലെ മനുഷ്യൻ സസ്യങ്ങളായി തീരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന സവിശേഷ പരാമർശമാണ് തൻ്റെ ഈ നോവലിന് പ്രചോദനമായത് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2007 കൊറിയൻ ഭാഷയിൽ എഴുതപ്പെടുകയും ഡെബോറ സ്മിത്ത് എന്ന കേംബ്രിഡ്ജ് ബിരുദധാരി ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തുകയും ചെയ്ത ഈ കൃതി 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ സമ്മാനം നേടുകയുണ്ടായി. 2024 ഒക്ടോബറിൽ സാഹിത്യത്തിനുള്ള നോബൽ ജേതാവായി ഹാൻ കാങ്ങിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നോവലിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ പ്രിയങ്കരനായ ശ്രീ CV ബാലകൃഷ്ണനാണ്. 3 ഭാഗങ്ങളായാണ് ഈ നോവൽ വികസിക്കുന്നത്. സസ്യബുക്ക്, മംഗോളിയൻ മറുക്, ശിഖമയ വൃക്ഷങ്ങൾ എന്നിങ്ങനെ 3 ഭാഗങ്ങൾ. നോവലിലെ പ്രധാന കഥാപാത്രമായ യോങ് ഹൈ കൊറിയയിലെ സിയോളിൽ അസാധാരണ ജീവിതം നയിക്കുന്ന ഒരു യുവതിയാണ്. ഇവരുടെ ഭർത്താവായ ചിയോങ്ങിലൂടെയാണ് കഥയുടെ ആദ്യ ഭാഗം തുറക്കുന്നത്. വിവാഹം കഴിക്കുമ്പോൾ തന്നെ താൻ തിരഞ്ഞെടുത്ത വധു തനിക്ക് ചേർന്നവളല്ലെന്ന് ചിയോങ് തിരിച്ചറിയുന്നുണ്ട്. പിൽക്കാലത്ത് അവർ അന്യോന്യം അകന്നു പോവുകയും ചെയ്യുന്നു. മൃഗങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള അക്രമാസക്തവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ദുസ്വപ്നങ്ങൾ യോങ് ഹൈയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വിരഹ ദാമ്പത്യത്തിന്റെ ഒരു നാൾ പൊടുന്നനെ യോങ് ഹൈ സസ്യാഹാരിയായി മാറുന്നു. ഭയങ്കരമായ ഒരു സ്വപ്നമായിരുന്നു അതിന് കാരണം. അത് ഇങ്ങനെയാണ്: വിജനമായ ഒരു ഇരുണ്ട വനാന്തരം. അവിടെ ഒറ്റയ്ക്ക് അകപ്പെട്ടിരിക്കുകയാണ് യോങ് ഹൈ. കൂർത്ത ഇലകളുള്ള മരങ്ങൾ, ചുവന്ന കളപ്പുര പോലുള്ള ഒരിടം, അതിനുള്ളിൽ ഒരു മുളങ്കമ്പിൽ നിരനിരയായി ഞാത്തിയിട്ടിരിക്കുന്ന ചോരയിട്ടുന്ന ഇറച്ചിത്തുണ്ടങ്ങൾ. അത് വകഞ്ഞു മാറ്റി പുറത്തു കടക്കാൻ അവൾക്കാവുന്നില്ല. അവരുടെ വായിലും വസ്ത്രങ്ങളിലും ആകെ ചോര. ചോരപ്പശിമയിൽ ദേഹത്തൊട്ടുന്ന വസ്ത്രങ്ങൾ. ഒരുവിധം ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ആളുകൾ ഒരു ദിവസം ആഘോഷിക്കുന്ന തെളിമയാർന്ന ഇടങ്ങളിൽ എത്തിയപ്പോഴും അവളുടെ പേടിയും ലജ്ജയും അവസാനിച്ചിരുന്നില്ല. കാരണം അവൾ ചോരയിൽ കുളിച്ചിരുന്നു. പച്ചമാംസമാണ് അവൾ തിന്നത്, ചോര വഴുക്കുന്നത്. അവൾ തന്നെ ആകെ മാറിപ്പോയിരുന്നു. അവളുടെ കണ്ണുകളിലാകെ അപരിചിതത്വം. ഇത് മാംസം കഴിക്കുന്നത് നിർത്താൻ അവളെ പ്രേരിപ്പിച്ചു. അതിനു മുമ്പ് അവൾക്ക് വിചിത്രമായ ഒരു ശീലമുണ്ടായിരുന്നു. മുലക്കച്ച ധരിക്കുന്നത് അവൾ എതിർത്തിരുന്നു. ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയും അങ്ങനെ ചെയ്യാൻ അവൾ ഒരുങ്ങുന്നില്ല. ഇതൊഴിച്ചാൽ ഭർത്താവിനോട് അവൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ യോങ് ഹൈയുടെ സസ്യാഹാരിയാകാനുള്ള തീരുമാനം പക്ഷേ അയാൾ അംഗീകരിക്കുന്നില്ല. കൊറിയൻ സംസ്കാരത്തിന് ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഗതിയാണ്. യോങ് ഹൈയുടെ ഈ പ്രവൃത്തിയെ ധിക്കാരമായി കാണുകയാൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഇടപെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഭർത്താവും അച്ഛനും ബന്ധുക്കളും അവളെ ഇറച്ചി കഴിക്കാൻ നിർബന്ധിക്കുന്നു. യോങ് തൽക്ഷണം കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. അങ്ങനെയിരിക്കെ ഒരു രാത്രി അവൾ തുറന്നിട്ട ഫ്രിഡ്ജിന് മുമ്പിൽ ആകെ പരിഭ്രാന്തിയും വിഷാദിയുമായി നിൽക്കുന്നതാണ് ഭർത്താവ് കാണുന്നത്. ഫ്രിഡ്ജിലാവട്ടെ ബീഫ്, പന്നിയുടെ വയറുഭാഗം, കാളക്കുട്ടിയുടെ കാൽ കഷ്ണങ്ങൾ, കണവ മീൻ, നിരവധി മുത്തുച്ചിപ്പികൾ, അമ്മായിയമ്മ മുമ്പങ്ങോ കൊടുത്തയച്ച ആരൽ കഷ്ണങ്ങൾ എന്നിങ്ങനെയുള്ള വിഭവങ്ങളാൽ സമൃദ്ധമാണ്. ഞാനൊരു സ്വപ്നം കണ്ടു എന്നവൾ ഉരുവിടുന്നുണ്ട്. അയാൾ ഫ്രിഡ്ജ് അടച്ച് അവളെ നിർബന്ധിച്ച് ഉറക്കറയിലേക്ക് നയിക്കുന്നു. തുടർന്നുള്ള രാത്രികളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രാവിലെ അയാൾ ആ കാഴ്ച കണ്ടു. ഫ്രിഡ്ജിനുള്ളിൽ നിറച്ച് സൂക്ഷിച്ച ഇറച്ചി, കൂമ്പാരവും മത്സ്യവുമെല്ലാം അവൾ വേസ്റ്റ് കവറുകൾ നിക്ഷേപിച്ച് വലിച്ചെറിയുന്ന കാഴ്ച. അന്ന് അയാൾക്ക് തീന്മേശയിൽ ബ്രേക്ക്ഫാസ്റ്റിനായി കിട്ടിയത് പച്ചടിയും പയർക്കുഴമ്പും കടൽപ്പായൽ സൂപ്പും.
പതിവുള്ള ബീഫോ മത്സ്യവിഭവങ്ങളോ പന്നിയിറച്ചിയോ പുഴുങ്ങിയ മുത്തുച്ചിപ്പികളോ ഒന്നും തന്നെ കിട്ടിയില്ല. അസ്വസ്ഥനായി ബേളം വെക്കുന്ന ഭർത്താവിനോട് അവൾ തികച്ചും ശാന്തമായി തന്റെ തീരുമാനം അറിയിക്കുന്നു. ഇനിമേൽ താൻ മാംസാഹാരം വർജിച്ചിരിക്കുന്നു. ഇനിയുള്ള ജീവിതം തികഞ്ഞ വെജിറ്റേറിയനായി തുടരും. മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുന്ന സ്വപ്നങ്ങളുടെ ഒരു പരമ്പരയാണ് തന്നെ ഇപ്പോൾ സ്ഥിരമായി അസ്വസ്ഥമാക്കുന്നതെന്നും ഉറക്കം കെടുക്കുന്ന രാത്രികൾ തന്നെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുവെന്നും അവൾ വെളിപ്പെടുത്തി. യോങ് ഹയുടെ ഭർത്താവായ മിസ്റ്റർ ചിയോങ് ആണ് പുസ്തകത്തിലെ ആദ്യ ഭാഗത്തിന്റെ ആഖ്യാതാവ്. ഒരു ബിസിനസ്സുകാരൻ, ചെറിയ അഭിലാഷങ്ങളും പഴയ രീതിയിലുള്ള തത്വങ്ങളുമുള്ള ഒരാൾ. ഭാര്യ തന്നെ അനുസരിക്കണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. മാംസം കഴിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് യാങ് ഹൈ മത്സരിക്കുമ്പോൾ ചിയോങ് അവളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ശിക്ഷിക്കാൻ തുടങ്ങുന്നു. ഇത് അവരുടെ ചുറ്റുമുള്ള ലോകത്തു നിന്ന് യാങ് ഹൈയുടെ പിൻവാങ്ങലിനെ കൂടുതൽ വഷളാക്കുന്നു. ഇതൊരു താൽക്കാലിക തീരുമാനമായിരിക്കാം എന്ന് അയാൾ സ്വയം ആശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഉറച്ച തീരുമാനം നാൾക്കുനാൾ കഴിയവേ അയാളെ അത്ഭുതപ്പെടുത്തി. സമൂഹത്തിൽ നിന്നും തങ്ങൾ അന്യരായിക്കൊണ്ടിരിക്കുന്നത് അവർ തിരിച്ചറിയുന്നു. തന്റെ ബോസ് നൽകിയ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തപ്പോൾ അവൾ മാംസമോ മത്സ്യമോ തൊടുക പോലും ഉണ്ടായില്ല. സഹപ്രവർത്തകർ ഇത് കണ്ട് അത്ഭുതം കൂറി. അവളാവട്ടെ അനുദിനം ക്ഷീണിച്ചു വരുന്നതായി അയാൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ അവളുടെ വീട്ടുകാരെ അയാൾ വിവരം അറിയിച്ചു. അത് പക്ഷേ കൂടുതൽ കുഴപ്പങ്ങൾക്കാണ് കാരണമായത്. അവളുടെ കുടുംബം അവൾക്ക് വേണ്ടി സമൃദ്ധമായ മത്സ്യമാംസ വിഭവങ്ങൾ ഒരുക്കിയെങ്കിലും അവിടെയും അവൾ നിർവികാരതയോടെ സസ്യഭക്ഷണം മാത്രം തിരഞ്ഞെടുത്തു. അവളുടെ പിതാവ്, അയാൾ കർക്കശക്കാരനായ പഴയ ഒരു വിയറ്റ്നാം പട്ടാളക്കാരനാണ്, മകളെ മർദ്ദിക്കുകയും ബലമായി പന്നിയിറച്ചി അവരുടെ വായിൽ കുത്തിത്തിരുകയും ചെയ്തപ്പോൾ പഴം മുറിക്കുന്ന കത്തി വലിച്ചെടുത്ത് അവൾ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിക്കുകയും തുടർന്ന് ആസ്പത്രിയിലാവുകയും ചെയ്തു. ഇത് വിവാഹമോചനത്തിലാണ് പിന്നീട് എത്തിച്ചേർന്നത്. മംഗോളിയൻ മറുക് എന്ന രണ്ടാം ഭാഗത്തിൽ യോങ് ഹൈയുടെ സഹോദരി ഭർത്താവിന്റെ നോട്ടപ്പാടിലൂടെ കഥ വികസിക്കുന്നു. അയാൾ കലാകാരനാണ്. കലയിലോ ജീവിതത്തിലോ വിജയം വരിച്ചിട്ടില്ലാത്ത ഒരു കലാകാരൻ. ഭാര്യയുടെ അനുജത്തിയുടെ നിതംബത്തിൽ ഒരു നീല മറുകുണ്ടെന്ന കാര്യം യാദൃച്ഛികമായി ഭാര്യയിൽ നിന്ന് അയാൾ അറിയുന്നു. ഇത് അയാളിലെ ഭാവനയെയും കാമനയെയും തീപിടിപ്പിക്കുന്നു. യോങ് ഹൈയുമായി അപകടകരമായ ഒരു പ്രണയമാണ് അയാൾ പിന്നീട് വളർത്തിയെടുക്കുന്നത്. തനിക്കും ഒരു സഹകലാകാരനും വേണ്ടി മോഡൽ ചെയ്യാൻ അദ്ദേഹം അവളോട് ആവശ്യപ്പെടുന്നു. അവളെ നഗ്നയായി കാണാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. യോങ്ങിന്റെ നഗ്ന ശരീരത്തിൽ പൂക്കളും ഇലകളും വരച്ചു ചേർത്ത ശേഷം അങ്ങനെ സ്വയം അലങ്കൃതനായി അയാൾ അവളുമായി ഇണചേരുന്നു. ഈ സംഭവം ഭാര്യ കണ്ടുപിടിക്കുന്നതോടെ അവരുടെ വിവാഹബന്ധവും തകരുന്നു. ശിഖമയ വൃക്ഷങ്ങൾ എന്ന മൂന്നാം ഭാഗത്തിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും തിരസ്കൃതരായ യോങ് ഹൈയുടെ ജീവിതമാണ് നാം വായിക്കുന്നത്. മാംസാഹാരം വർജിച്ചതുകൊണ്ടാണ് അവൾ നന്നേ ക്ഷീണിച്ചു പോയതെന്നായിരുന്നു ഭർത്താവും കുടുംബാംഗങ്ങളും കരുതിയത്. എന്നാൽ അവൾ ഭക്ഷണം തീരെ ഉപേക്ഷിച്ചിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഒരു വേള അവൾ ആസ്പത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വനത്തിൽ അഭയം തേടുന്നുണ്ട്. സൂര്യരശ്മികളാൽ വലയം ചെയ്യപ്പെട്ട് സ്വയം ഒരു സസ്യമായി മാറാൻ അവൾ വൃഥാ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം മനുഷ്യ ശരീരം ഉപേക്ഷിച്ച് ഒരു ചെടിയായി മാറി അക്രമവും മൃഗക്കുരുതിയും കശാപ്പും ഇല്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കാനുള്ള അവളുടെ ആഗ്രഹം വായനക്കാരന്റെ ചിന്തയ്ക്ക് വിടുകയാണ് ഇവിടെ. ഭക്ഷണം പാടെ ഉപേക്ഷിച്ചും പരിപൂർണ നഗ്നതയെ ആശ്ലേഷിച്ചും ഒരു മനോരോഗിണിയായി ചികിത്സാലയത്തിൽ അടയ്ക്കപ്പെട്ട യോങ് ഹൈയെയും അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവളിലേക്ക് കുനിഞ്ഞു നോക്കി നിൽക്കുന്ന സഹോദരി ഇൻഹയെയും അസാധാരണമായ രണ്ട് കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം ഒട്ടനവധി ചിന്തകളിലേക്ക് അനുവാചകനെ കൊണ്ടുപോകുന്നു ഈ നോവൽ. വൃക്ഷജന്മം കൊതിച്ച് ഒരു വേളയും അവളോളം തന്നെ ഏകാകിനിയും ദുഃഖിതയുമായി സഹോദരിയെയും ചേർത്ത് പിടിക്കുമ്പോൾ പുരുഷാധിപത്യം എന്ന ഹിംസയോടുള്ള ഒരു നിശബ്ദ കലാപം ഉള്ളിൽ നിറപെടും. ഒരുവൾ വായുവും വെള്ളവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു വൃക്ഷമാവാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർ അവളെ ഭ്രാന്തി എന്ന് കരുതുന്ന ഒരു ആത്മീയതയിലേക്കും ഒരു വേള ഈ നോവൽ കടന്നു ചെല്ലുന്നു എന്ന് പറയാം. പച്ചമാംസത്തിന്റെയും ചോരയുടെയും ഒരു ദുസ്സംറ്റത്തിൽ നിന്ന് ഒരു രാവിൽ പകച്ചുണർന്ന് യോങ് ഹൈ എന്ന യുവതി ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പരിഷ്കൃത സമൂഹത്തിന്റെയും താല്പര്യത്തിന് വിരുദ്ധമായി മാംസാഹാരം ഉപേക്ഷിച്ച് ഒരു സസ്യബുക്കാവാൻ തീരുമാനിക്കുന്നതിന്റെ സംഘർഷങ്ങൾ എക്കാലത്തേക്കുമുള്ള ചില ചിന്തകളെ അനുവാചകൻ ഈ നോവൽ ജ്വലിപ്പിച്ചു നിർത്തുന്നുണ്ട്. എല്ലാവർക്കും പുസ്തക ദിന ആശംസകൾ. ഞാൻ ബാലു പൂക്കാട്.